ഗെറ്റ് ടുഗദറാണ് ഇന്ന്. അപ്പോൾ അവിടെ നിൽക്കും ചെണ്ടകൊട്ടയൊക്കെ ഒരു സംഭവമുണ്ട്, നമുക്ക് കാണുന്നുണ്ട്. ഗൈസ്, നമ്മളിപ്പോൾ ക്രൈസ്റ്റിലാണ്. നമ്മുടെ ഗെറ്റ് ടുഗദറാണ് ഇന്ന്. അപ്പോൾ എന്താ പറയുക, ഒത്തിരി നാളുകൾക്ക് ശേഷം നമ്മൾ ക്രൈസ്റ്റിൽ വന്നു. അപ്പോൾ അതിൻ്റെ വിഷ്വൽസാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ട്രെയിൻ ബ്ലോഗ് ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മുടെ കോളേജിൽ, ഇപ്പോൾ നമ്മൾ പഠിച്ച കോളേജിലൊരു പരിപാടി നടക്കുമ്പോൾ എന്തായാലും റെക്കോർഡ് ചെയ്യണമല്ലോ. അവിടെ ഒരു സംഭവം നടക്കാൻ പോവുകയാണ്. ഞാൻ വരുന്നില്ലേ, ഞാൻ ബ്ലോഗ് എടുട്ടോ അയച്ചോളൂ. അപ്പോൾ ഗൈസ്, നമ്മൾ ക്രൈസ്റ്റിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇന്നിവിടെ ഗെറ്റ് ടുഗദറാണ്. അപ്പോൾ ഞാൻ പഠിച്ച ക്ലാസ്സാണ്. ഇവിടെയൊക്കെ ഇരുന്നിട്ടാണ് നമ്മൾ പഠിച്ചിരുന്നത്. ഇന്നിപ്പോൾ ഞങ്ങളുടെ സാറിൻ്റെ സെൻഡ് ഓഫാണ്. അപ്പം അതിൻ്റെ വിഷ്വൽസാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാരത് വേരിയൻസ്, അത് കുറച്ചൊക്കെ നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരാമെന്ന് കരുതിയിട്ടാണ്. ഇവിടെ ഇതാണ് ഞങ്ങളുടെ കോളേജിലുണ്ടായിരുന്നത്. നൈറ്റാവുന്നുണ്ട്. ശരിക്കും അത് നോക്കുമ്പോൾ ധാരാളം എന്തായാലും നയിച്ചു കൊടുക്കാം. എൻ്റെ യൂട്യൂബിലിടുമല്ലോ ഡിപ്പാർട്ട്മെൻറ്റ്. ഇതാണ് നമ്മുടെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ. ഇതിപ്പോൾ നമ്മളൊന്നുമില്ല. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ക്രൈസ്റ്റ് കോളേജ് മേൽക്കരയിൽ വന്നിരിക്കുകയാണ്. ഇവിടെ ഇന്ന് ഭയങ്കര ആഘോഷത്തിൻ്റെ ദിവസമാണ് ശരിക്കും പറഞ്ഞാൽ. അതായത് ഇതാണ് ഞങ്ങളുടെ കോളേജിൻ്റെ ഇത് കണ്ടോ, ആണ് ട്രോഫീസ്. ഇതാണ് ഞങ്ങളുടെ സ്വന്തം ഞങ്ങളുടെ സ്വന്തം യേശു ക്രിസ്തു. അപ്പോൾ ഞങ്ങളുടെ നോട്ടീസ് ബോർഡ് കയറുന്നു.
ക്യാമ്പസ്. എന്താ പറയുക, ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് നമ്മളിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കോളേജിൻ്റെ ബാക്ക് സൈഡ് ആരും കണ്ടിട്ടില്ലല്ലോ. ഇവിടെ മേളം നടക്കുന്നുണ്ട്. എന്താ പറയുക, ഭയങ്കര തിരക്കാട്ടോ ഗൈസ്. പിന്നെ അങ്ങോട്ട് പോകാത്തത് എന്താണെന്ന് വെച്ചാൽ ചിലപ്പം കോപ്പിറൈറ്റ് കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട്. നമ്മുടെ ബ്ലോഗിന് ചെണ്ടമേളമൊക്കെ കാര്യമായിട്ട് നടക്കുന്നുണ്ട്. ഇപ്പോൾ എന്തായാലും ഞങ്ങളുടെ കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റ്, ഞങ്ങളുടെ ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ കാണുന്നുണ്ട്. ഈ വഴി കൂടെയൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ പഴയ ഓർമ്മകളിങ്ങനെ അറിയാതെങ്കിലും കടന്നു വരുന്നുണ്ട്. ശരിക്കും ഇത് ഇപ്പം ആലോചിക്കുകയാണ്, ഈ ഒരു പഴയ നമ്മുടെ കോളേജ് കാലഘട്ടമൊക്കെ തിരിച്ചു വന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ അടിപൊളിയാകുമായിരുന്നു. അതാണ് ഞങ്ങളുടെ ഫുൾ വ്യൂ കണ്ടത്. ഇതൊക്കെ നമ്മുടെ പാർക്കിംഗ് ഏരിയയാണ്. ഇപ്പോൾ ഇതാ ഒരുപാട് പുതിയ കെട്ടിടങ്ങൾ ഈ ഒരു സ്ഥലത്ത് വന്നിട്ടുണ്ട്. ഇപ്പം ഓരോ വർഷം ചെല്ലും തോറും കോളേജിലുള്ള മാറ്റങ്ങൾ ഭയങ്കര ഒട്ടും എക്സ്പെക്റ്റഡ് അല്ലാത്തൊരു ഇതാണ്. അപ്പോൾ ഇവിടെയായിരുന്നു ഞങ്ങളുടെ ക്യാൻറ്റീൻ പണ്ട്. ഇത് ബാക്കി ഡിപ്പാർട്ട്മെൻറ്റുകളും. എന്താ ഒരു ഈ ഒരു ബ്ലോഗ് എടുക്കുമ്പം ശരിക്കും ഞാൻ ആ പഴയ കോളേജ് കാലഘട്ടത്തിലേക്ക് നമ്മൾ തിരിച്ചു പോവുകയാണ്. കണ്ടോ, ഇത് BP ഡിപ്പാർട്ട്മെൻറ്റാണ് ഞങ്ങളുടെ. അപ്പോൾ എന്താ പറയുക, അതിൻ്റെ അപ്പുറത്ത് ബോയ്സ് ഹോസ്റ്റലും. അത് BP അല്ല, അത് നമ്മുടെ ഭാരതിയാർ യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസാണ് ഈ കാണുന്നത്. ഞാനൊക്കെ ഇവിടെ പഠിക്കുമ്പോൾ തന്നെ അന്ന് ഇത് ഒരുപാട് ഡെവലപ്പായിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലം വരുമ്പോൾ തന്നെ ഇത് ഒരുപാട് ഡെവലപ്പായിട്ടുണ്ട്. എന്താ ഒരു തിരക്ക്. ഇത് ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഒരു ഇതാണ്. കണ്ടോ ഗൈസ്, അങ്ങോട്ട് പോകാന്ന് പറഞ്ഞാൽ ഗേൾസ് ഹോസ്റ്റലും ബോയ്സ് ഹോസ്റ്റലും ഒക്കെ തന്നെ ഉണ്ട്. അപ്പോൾ നടക്കാൻ പോകണമെന്ന് ആഗ്രഹമുണ്ട്. അവിടെ ഇപ്പോൾ ചെണ്ടമേളവും കാര്യങ്ങളൊക്കെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രോഗ്രാം മുകളിൽ നടക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഇടയിൽ പരമാവധി നമ്മൾ ഈ ഒരു വിഷ്വൽസ് ക്യാപ്ചർ ചെയ്യാമെന്ന ഒരു ഉദ്ദേശത്തോടുകൂടി മാത്രമേ നമുക്കിത് പറ്റുള്ളൂ. വേണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോയി നോക്കാം, അവരൊന്നും പറയൊന്നുമില്ല. അവിടം വരെ അങ്ങേറ്റം വരെ ഒന്ന് നടന്നേച്ച് വരാം. അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മുടെ ക്യാമ്പസിൽ ഉള്ളത് എന്നറിയാമല്ലോ. 20 kmph ലിമിറ്റേഷൻ ഉണ്ട് ഇവിടെ. കണ്ടോ, നമ്മുടെ ക്യാൻറ്റീൻ അവിടെ പോയിടാ. ഞങ്ങളുടെ ഇവിടെ ഒരു ക്യാൻറ്റീൻ ഉണ്ടായിരുന്നു. ക്യാൻറ്റീൻ ഇവിടെ കാണാനില്ല ഗൈസ്. അപ്പോൾ എന്തായാലും അത്രയ്ക്കേ ഉള്ളൂ. കുറച്ച് ഫോട്ടോസ് വിഷ്വൽസൊക്കെ എടുക്കണം എന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഒരു ചെറിയ ബ്ലോഗ് പോലെ ചെയ്യാമെന്ന് കരുതി. ശരിക്കും എൻ്റെ ഫ്രണ്ടിനെ മിസ് ചെയ്യുന്നുണ്ട്. ഹായ്. അറിയാം. അപ്പോൾ
എൻ്റെ കൂടെ പഠിച്ച എൻ്റെ ഫ്രണ്ട് എന്ന് പറയുമ്പോൾ ആരാന്ന് തന്നെ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാമ്പസ് മൊത്തത്തിലുള്ള ഒരു ഭംഗി. ആണെങ്കിൽ ഒന്നും കൂടി കാണിച്ചു തരാം. അപ്പം അത്രയേ ഉള്ളൂ കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്കത് ശരിയില്ല. അപ്പോൾ അതൊക്കെ ഇത്രയേ ഉള്ളൂ. ഹലോ ഗായ്സ്, ഇതാണ് ഞങ്ങളുടെ കോളേജിൻ്റെ ഫ്രണ്ട് ഭാഗം. ഇതാണ് നമ്മുടെ ഗേൾസ് ഗാർഡൻ. കണ്ടോ എന്താ ഒരു ഭംഗിയില്ല ഗായ്സ്. ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീല് ലുക്കാണല്ലേ, പൊളി ലുക്കാണ് ഗൈസ്. നോക്കൂ, ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ക്യാമ്പസിൽ. അപ്പം പറഞ്ഞു വരുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ കാര്യങ്ങളൊക്കെ നമ്മുടെ ക്യാമ്പസിൽ വന്നിട്ടുണ്ട്. മുമ്പത്തെ പോലെയല്ല, പണ്ട് കണ്ട ക്യാമ്പസേ അല്ല എന്നാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത്. അപ്പോൾ നോക്കിയാൽ കാണാമത് ആ ഒരു മാറ്റം. നോക്കൂ ഗൈസ്, അതിൻ്റെ മേലെ ലൈറ്റ് ഉണ്ട് കേട്ടോ. രാത്രിയിൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും മിക്കവാറും. എന്താ പറയുക, എന്തായാലും വരാൻ പറ്റിയതിൽ ഏറ്റവും വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്. ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തിരുന്നില്ല ഇങ്ങനൊരു ഇതിൽ വരാൻ പറ്റുമെന്നോ അല്ലെങ്കിൽ
പങ്കെടുക്കാൻ പറ്റുമെന്നൊക്കെ. പക്ഷേ ഭാഗ്യം പോലെ പങ്കെടുക്കാൻ പറ്റി. അപ്പോൾ അത് തന്നെ വലിയ കാര്യമാണ്. ഒരുപാട് പേർക്ക് പങ്കെടുക്കാൻ സാധിക്കുന്നില്ല എന്നറിയാം. അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ അല്ലല്ലോ, നമുക്കും ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട്. അപ്പം ഇങ്ങനെയുള്ള മുഹൂർത്ത സമയങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് ആസ്വദിക്കാൻ പറ്റുക. അതാണ് ഞങ്ങളുടെ ഫൗണ്ടൻ. കോളേജിൻ്റെ വ്യൂ കുറച്ചും കൂടി നമ്മുടെ ഫൗണ്ടൻ അത് നമ്മുടെ സൂ ആണ്. ഇപ്പോൾ ഒരുപാട് കൺസ്ട്രക്ഷൻ വർക്കുകൾ നമ്മുടെ കോളേജിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ ക്യാമ്പസ് എന്ന് പറയുമ്പോൾ എന്താ ഒരു വ്യൂ, പറയാതെ വയ്യ. ഇങ്ങനൊരു സംഭവം ഉള്ളത് കൊണ്ടാണ് നമുക്കിതൊക്കെ ക്യാപ്ചർ ചെയ്യാൻ പറ്റിയത്. ചെറുതായിട്ട് ഷേക്ക് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. അത് നമ്മൾ വീഡിയോ എടുത്തുകൊണ്ട് നടക്കുവാണല്ലോ. ഈ ഒരു ഫ്രെയിം നോക്കി നമുക്ക് കാണാം എന്താ ഒരു എത്ര റെക്കോർഡ് ചെയ്താലും മതിയാവില്ല. ജീവിതത്തിൽ പലരും അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പോൾ ബ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നൈറ്റിൽ വെറൈറ്റി സംഭവങ്ങളുണ്ട്, അത് നമുക്ക് കാണാം. അതുവരെയ്ക്കും ബൈ. ഈ വ്യൂ എടുത്തിട്ട് എന്തായാലും നമ്മൾ ക്ലോസ് ചെയ്യണം.